എല്ലാവർക്കും നമസ്കാരം. കർക്കിടകക്കുറുകാരുടെ 2026 ഫെബ്രുവരി മാസ രാശിഫലങ്ങളെ നോക്കാം. കർക്കിടകക്കുറുകാർ ഈ മാസം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. കാരണം 8ാം ഭാവമായ കുംഭരാശിയിൽ അഷ്ടമരാഹുവിനൊപ്പം സൂര്യനും ചൊവ്വയും ബുധനും ശുക്രനും വന്നു ചേരുകയാണ്. ഫെബ്രുവരി 23 ആകുമ്പോൾ അഷ്ടമരാശിയിൽ 5 ഗ്രഹങ്ങൾ ഒന്നിച്ചുകൂടും. ഇത് ആരോഗ്യത്തെ ബാധിക്കുമോ, അപ്രതീക്ഷിതമായ തടസ്സങ്ങളുണ്ടാകുമോ, അതോ പെട്ടെന്നുള്ള ധനലാഭം ലഭിക്കുമോ എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. കരിയറിൻ്റെ കാര്യത്തിൽ ഫെബ്രുവരി 13 വരെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോകും. എന്നാൽ 14-ാം തീയതി മുതൽ സൂര്യനും രാഹുവും അഷ്ടമരാശിയിൽ ചേരുന്നതോടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അതായത് പെട്ടെന്നുള്ള സ്ഥലം മാറ്റം അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ അപ്രീതി എന്നിവ ഉണ്ടാകും. ജോലി ഭാരം അധികരിക്കും. പക്ഷേ അതിനനുസരിച്ചുള്ള അംഗീകാരം ലഭിക്കില്ല. സാമ്പത്തികപരമായി നോക്കുമ്പോൾ 12-ലെ വ്യാഴവും അഷ്ടമരാശിയിലെ ഗ്രഹങ്ങളും കാരണം ആശുപത്രി ചെലവുകളും വാഹന രീതിയിലും ചെലവുകളുണ്ടാകും. എന്നാൽ 8ാം ഭാവം എന്നത് നിഗൂഢധനത്തിൻ്റെ സ്ഥാനം കൂടിയാണ്. ഫെബ്രുവരി 6-ന് ശുക്രൻ അഷ്ടമരാശിയിലേക്ക് വരുന്നതോടെ ചിലർക്ക് ഇൻഷുറൻസ് തുക, ചിട്ടി അല്ലെങ്കിൽ ജീവിത പങ്കാളി വഴി ധനലാഭം എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ ഈ മാസം അല്പം പാടുപെടേണ്ടി വരും. 2-ൽ കേതു നിൽക്കുന്നത് കൊണ്ട് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. ഫെബ്രുവരി 23-ന് അഷ്ടമരാശിയിൽ ശുക്രനും ചൊവ്വയും ചേരുന്നതും കുടുംബപരമായ കാര്യങ്ങൾക്ക് അനുകൂലമല്ല. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ഈ മാസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഫെബ്രുവരി 23 മുതൽ വാഹനം ഓടിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. സാഹസിക യാത്രകളും പുറത്തുനിന്നുള്ള ഭക്ഷണവും പരമാവധി ഒഴിവാക്കുക. അലർജി, ഫുഡ് പോയ്സൺ എന്നിവയ്ക്ക് സാധ്യതയുള്ള സമയമാണിത്. ഇനി നക്ഷത്രഫലങ്ങളെ നോക്കാം. പുണർദം നാളുകാർക്ക് 12-ലെ വ്യാഴം കാരണം ദൂരയാത്രകൾ വേണ്ടിവരും. കയ്യിലെ പണം ചിലവാകും. പൂയം നാളുകാർക്ക് നക്ഷത്രാധിപനായ ശനി ബലവാനായി നിൽക്കുന്നതിനാൽ വലിയ ആപത്തുകൾ വരികയില്ല. ആയില്യം നാളുകാർ ആരോഗ്യം ശ്രദ്ധിക്കുക. ആരെയും വിശ്വസിച്ച് ജാമ്യം നിൽക്കരുത്. മൊത്തത്തിൽ നോക്കുമ്പോൾ 2026 ഫെബ്രുവരി മാസം കർക്കിടകക്കുറുകാർക്ക് ആരോഗ്യം ശ്രദ്ധിക്കേണ്ട മാസമാണ്. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ മാസം കടന്നു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.